ബീഫിനെ ഇഷ്ടപ്പെടുന്നവരാണ് നമ്മളെല്ലാവരും അല്ലേ? അതിപ്പോൾ കറിയാണേലും സ്റ്റ്യൂ ആണേലും ഫ്രൈ ആണെങ്കിലും. അപ്പോൾ പിന്നെ വളരെ എളുപ്പത്തിൽ എന്നാൽ വളരെ കുറച്ച് എണ്ണയൊഴിച്ച് ടേസ്റ്റിൽ ഒരു കോംപ്രമൈസും വരുത്താതെ ഒരു BDF ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല അല്ലേ? എന്നാ വായോ കാണിച്ചു തരാം. ഇതിനായിട്ട് നമ്മളിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിങ്ങനെ വലുതായിട്ട് മുറിച്ച് കുക്കറിലേക്കിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് വേവിക്കണം. ഒരു 3 വിസിൽ വരുന്നിടം വരെ. അത് കഴിയുമ്പോൾ ഇങ്ങനെ ഉണ്ടാവും. ആവശ്യത്തിന് പാകത്തിന് വെന്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ സ്റ്റോക്ക് മാറ്റിയിട്ട് അതിലെ ബീഫെല്ലാം എടുത്ത് നമ്മളിനി ചെറുതായിട്ട് കട്ട് ചെയ്യണം. ഈ BDFനൊക്കെ വേണ്ടിയിട്ട് കട്ട് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അല്പം നീളത്തിൽ കുറച്ച് തിക്നെസ്സോട് കൂടിയിട്ട് അങ്ങനെ വേണം കട്ട് ചെയ്യാൻ. കറിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് പോലെ കട്ട് ചെയ്യരുത്. ഇത് കണ്ടോ? ഈ ഒരു നീളത്തിൽ ഇത്രയൊക്കെ ഒരു തിക്നെസ്സിൽ വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇനി ചുവട് കട്ടിയുള്ളൊരു ചീനച്ചട്ടിയിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ച ബീഫും മാറ്റി വെച്ചിരുന്ന അതിൻ്റെ സ്റ്റോക്കും കൂടി ഒഴിച്ചതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമ്മൾ ഈ വെള്ളം അത്രയും ഒന്ന് പറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഒഴിച്ച എണ്ണയല്ലാതെ ഈ ബീഫ് മൊരിയിച്ചെടുക്കാൻ നമ്മൾ വേറെ എണ്ണയൊന്നും ചേർക്കുന്നില്ല. ഇനി ഇതിലേക്ക് 3 ഗാർലിക്, 3 അല്ലി വെളുത്തുള്ളിയും 2 ചുവന്നുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി ഇത്രയും ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഈ ബീഫിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ബീഫ് ഒന്ന് മൊരിഞ്ഞു വരുന്ന സമയത്ത് ഈ ഇപ്പോൾ ഇട്ടിരുന്നതും കൂടെ ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ടൊന്ന് മൊരിഞ്ഞു വരും. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും കൂടെ അതിലേക്ക് ഇറങ്ങും. എന്നിട്ട് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതിലെ വെള്ളമൊക്കെ ഒന്ന് പറ്റി ആ ബീഫ് ഒന്ന് മൊരിഞ്ഞു വരുന്ന സമയത്ത് ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി ഇതത്രയും 2 ഞുള്ളു വീതം ഇട്ട് കൊടുത്ത് അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് ആവശ്യമുള്ളവർക്ക് ചില്ലി ഫ്ലേക്സ് കൂടെ ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ ഒരു കുഞ്ഞു വാവയും കൂടി ഉള്ളത് കൊണ്ട് ചില്ലി ഫ്ലേക്സ് ഇട്ടിട്ടില്ല. ഇതെല്ലാം മൂത്ത് വന്നതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി നിങ്ങൾ തന്നെ പറഞ്ഞേ, ഇതിൽ എളുപ്പത്തിൽ നമുക്ക് ബീഫ് മൊരിയിച്ച് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുമോ? അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കണ്ടാൽ പോരാ, തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കൂടി വേണം. ഇത്രയും മിനിമം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ഇത്ര ടേസ്റ്റിൽ ഒരു ബീഫ് വേറെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാമെങ്കിൽ ആ റെസിപ്പി കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.